നെറ്റും ജെആർഎഫ് ഒക്കെ ക്വാളിഫൈ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു റിസ്ക്കാണ്. പക്ഷെ പലപ്പോഴും ഇമ്പോസിബിൾ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെറ്റ് ജെആർഎഫ് പ്രിപ്പറേഷൻ നിർത്തുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാൻ സാധിക്കാറുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ 4-5 തവണ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് നെറ്റിൻ്റെയോ ജെആർഎഫിൻ്റെ ഒരു കട്ട് ഓഫിൻ്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പലപ്പോഴും 4 മാർക്കിന് 6 മാർക്കിനൊക്കെ ഇങ്ങനെ പോയി കളിക്കണം. അപ്പോൾ ഇനി എനിക്കിത് കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റൈറ്റ് സ്ട്രാറ്റജി നമ്മൾ കണ്ടെത്തി എന്നുള്ളതാണ്. ഈ റൈറ്റ് സ്ട്രാറ്റജിക്കാണ് സൈറ ലേണിങ്സിൽ റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് നമ്മൾ പേര് പറയുന്നത്. ഈ റിവേഴ്സ് ലേണിംഗ് മെത്തേഡ് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഡേ 1 മുതൽ ഫൈനൽ നിങ്ങൾ എക്സാമിന് പോകുന്ന ദിവസം വരെ മുൻവർഷ ചോദ്യങ്ങളിലൂടെ തന്നെ പോയിക്കൊണ്ട് നിങ്ങൾ സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ സിലബസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ കഴിയും. അതിന് വെയിറ്റേജ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷന് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കണം നമ്മൾ. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സാധാരണഗതിയിലുള്ള പഠനത്തിന് ഡിഫറൻ്റ് ആയിട്ട് റിസൾട്ടിലേക്ക് എത്തുന്ന, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആസ്പെക്റ്റിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തി നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് സൈറയും ഇത്രയും വലിയൊരു റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്.